ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ ഡേയ്സ് ഫിലിം കണ്ട അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ് ബാംഗ്ലൂർ പോകണം. ആൻഡ് ഫൈനലി അത് നടന്നിട്ടുണ്ട്. ഈ വീഡിയോ എടുത്തത് ക്രിസ്മസ് വെക്കേഷനിലായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഇക്കൻ്റെ കസിൻസായിട്ടാണ് പോണത്. അപ്പോൾ ഒരു കസിൻസ് വൈബ് തന്നെ അങ്ങോട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാംഗ്ലൂർ പോണതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കിന്നിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുവള്ളിയിൽ നിന്ന് ഷവർമയും പാനിപൂരി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും ഫുഡാണല്ലോ മെയിൻ. പിന്നെ ആണെങ്കിൽ അമിക്കാൻ്റെ ചിഞ്ചുത്താൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ചെറിയ ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോഴാണ് ആനനെ കണ്ടിരുന്നത്. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ വണ്ടർലാൻഡ് അടുത്തെത്താനായി. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ വണ്ടർലയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കോസ്റ്റ്യൂം ഷോപ്പിൽ നിന്ന് നമ്മൾ വാട്ടർ വെയർസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഐ ലവ് വണ്ടർല അതിലൊന്നും ഒരു കുറവ് വരുത്തേണ്ട രീതിച്ച് അങ്ങനത്തെ ഒക്കെ വാങ്ങി, കാരണം അതൊക്കെ ഒരു മെമ്മറി അല്ലേ. പിന്നെ ആണെങ്കിൽ നമ്മൾ ലോക്കറിൻ്റെ കീ എടുത്ത് പിന്നെ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതില്ലെങ്കിൽ നമ്മൾ ലൈനിൽ നിന്ന് ഒരു തലക്കുന്ന നമുക്ക് ഒന്നിലും കയറാനാവുണ്ടാവില്ല. ചെറുതെന്ന് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ച് ഫസ്റ്റ് കയറിയത് ആകാശത്തോണിയിലായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഇതിന് ആകാശത്തോണി എന്നാണ് പറയല്. ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം, റിക്കോയിൽ അല്ലെങ്കിൽ റോളർ കോസ്റ്റർ. ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത്രയും നേരം ഒടുക്കത്തെ ധൈര്യത്തിൽ നിന്നിട്ട് ഇതിൻ്റെ അടുത്തെത്തിയാൽ ഒരു ധൈര്യവും ഇല്ല. ഇത് കണ്ടിട്ട് കണ്ണിന്നും ചെവിന്നൊക്കെ പൊന്നീച്ച പറക്കിയിരുന്നു. പക്ഷേ എല്ലാ ധൈര്യത്തോടെ കൂടി നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടോക്കിട്ടോ. ഇതിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ നേരം എനിക്ക് ഒടുക്കത്തെ വൊമിറ്റിംഗ് ടെൻഡൻസിയും തലകറക്കൊക്കെ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവർ ബാസ്കറ്റ് ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പത്തിനൊരു ഭാഗത്ത് സൈഡായി ഉണ്ടായിരുന്നു. ഈ പിരമിഡ് സ്മാഷ് പ്രോ ആണ് അമിക്ക. നമ്മൾ കൂർഗ് പോയ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവുണ്ടാവും. ഇങ്ങനൊരു ടെഡിനെല്ലാം ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സംഭവമാണ് ഈ വേവ്സിന്റെ സംഭവം. വാട്ടർ DJ എല്ലാവരുടെയും ഫേവറേറ്റ്, അടിപൊളിയായിട്ട് വൈബായി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കയറുന്ന പല റൈഡിലും ചിലതിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റണം എന്നില്ല. ഒട്ടുമിക്ക എല്ലാ റൈഡ്സിലും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അവിടെ ക്രിസ്മസ് ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസിന്റെ ടൈമിലാണ് നമ്മൾ പോയിണ്ടായിരുന്നത് എന്ന്. നമ്മളവിടെ അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള ഒരു സ്റ്റേ ആണ് എടുത്തത്. അവിടെ ആണെങ്കിൽ 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഹാളുണ്ടായിരുന്നു, പിന്നെ ബാൽക്കണി, കിച്ചണിലാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫുഡാണെങ്കിൽ സ്വിഗ്ഗി ചെയ്യുന്നു ചെയ്തത്. അവിടുന്ന് മാഗ്ന ബിരിയാണി, ഈ പേളിമാണി പറഞ്ഞില്ലായിരുന്നു, അവളൊരു ഫേവറേറ്റ് ബിരിയാണി ഉണ്ട്, അതാണ് നമ്മൾ ട്രൈ ചെയ്തിരുന്നത്. ഈ സ്പൈസി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല ഇഷ്ടമാവും. ഞാനൊക്കെ ഭയങ്കര സ്പൈസി പേഴ്സണാണ്, എനിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോയിണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മൾ ക്യാബ് വിളിച്ചിട്ട് മാൾ ഓഫ് ഫിഷിൽ പോയി. അവിടെ എത്തി ആദ്യം തന്നെ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് റംസി ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ഓനോ പറഞ്ഞിരുന്നു നമ്മൾ മാൾ ഓഫ് ഏഷ്യ വരുന്നുണ്ട് എന്ന്.
അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് റംസി. അടുത്ത ഡെസ്റ്റിനേഷൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ആദ്യം തന്നെ നമ്മൾ KFCയിലാണ് പോയത്. പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് ഞാൻ 2 ഇയറിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തേനേക്കാളും കുറച്ചും കൂടെ വിലക്കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഏകദേശം നമ്മളെ കോഴിക്കോട് SM സ്ട്രീറ്റിൻ്റെ ഒക്കെ പോലെയാണ് എനിക്ക് തോന്നിയിട്ട്. അത്ര ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നമ്മൾ സാന്റാക്ലോസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കപ്പിൾസ് ആയിട്ടുള്ള ഷാരിഖിനെയും അമീറിനെയും കണ്ട് ഓരോ വീഡിയോസൊക്കെ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. അവിടെ നടന്ന് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ടിപ്പുവിൻ്റെ ടോംബിലാണ് പോയിരുന്നത്. നമ്മൾ ഒരു നൈറ്റൊക്കെ ആയപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചുണ്ടായിരുന്നു. പിന്നെ പയാന, കാറിൻ്റെ ഒരു ലോകം തന്നെ. ഈ കാർ എന്തൂസിയാസിൻ്റെ ഒക്കെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും പയാന. പിന്നെ പയാനയ്ക്ക് ശേഷം നമ്മൾ കുറേ ടൈപ്പ് ഓഫ് ഫുഡ് അവിടെ നിന്ന് ട്രൈ ചെയ്തിരുന്നു. പിന്നെ ഇത് ചെറിയൊരു വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മുന്നോട്ടുള്ള വീഡിയോസിനൊക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.